ഇന്ന് ഈ പ്രസ് ക്ലബ്ബ് ഞങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് കുണ്ടറ വെള്ളിമൺ പ്ലാവേത്ത് ശ്രീ മഹാഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി തിരുനാൾ മഹോത്സവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുവാൻ വേണ്ടിയാണ്. ഇന്ന് ഈ ഡെസ്കിൽ ഇരിക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ പ്രേംകുമാർ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ശ്രീ പ്രസന്നകുമാർ, ശ്രീ സ്വരാജ്, ഞാൻ ക്ഷേത്രം സെക്രട്ടറി ശ്രീ അനീഷ്. ഞങ്ങൾ ആദ്യമായി ക്ഷേത്രത്തിൻ്റെ നമ്മുടെ കുണ്ട്രയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് 2 കൊടിമര പ്രതിഷ്ഠയുള്ളതും ഒരേ സമയം അശ്വതി തിരുനാൾ മഹോത്സവമാണ് അവിടെ കൊണ്ടാടുന്നത്. ഒരേ സമയം 2 തൃക്കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവമാണ് നമ്മുടെ ക്ഷേത്രസന്നിധിയിൽ നടന്നു വരുന്നത്. പ്രത്യേകിച്ച് അവിടെ ജാതിമത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ കുടുംബത്തോടു കൂടി എല്ലാ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു തിരുവുത്സവമാണ് പ്ലാവേത്ത് ശ്രീ മഹാഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം. നാളെ വൈകിട്ട് 7:40 തൃക്കൊടിയേറി മാർച്ച് 3 ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവുത്സവത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റ് പറയുന്നതാണ്. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പ്ലാവേത്ത് ശ്രീ മഹാഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി തിരുനാൾ മഹോത്സവം ഈ മാസം ഫെബ്രുവരി 22 മുതൽ മാർച്ച് 3 വരെ കൊണ്ടാടുകയാണ്. ഈ ഉത്സവത്തിൽ തൃക്കൊടി ഘോഷയാത്ര, ദേവി എഴുന്നള്ളിപ്പ്, അന്നദാനം, ദേശവിളക്ക്, കാവടി ഘോഷയാത്ര, കെട്ടുകാഴ്ച, ചന്ദ്രപ്പൊങ്കൽ, അതുപോലെ തന്നെ സ്റ്റേജ് പരിപാടികളായ ഗാനമേള, തിരുവനന്തപുരം ജോസ്കോ അവതരിപ്പിക്കുന്ന ഗാനമേള തുടക്ക ദിവസം തന്നെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പരിപാടികളായ സീതകളി, ദേശവിളക്ക്, ഫോൾക്കും മോജോ, നൃത്തവിസ്മയം, ചന്ദ്രപ്പൊങ്കൽ, ഭജനാമൃതം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വർഷത്തെ ആഘോഷം കൊണ്ടാടുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ, കൊടിയുടെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ കണ്ട് ക്ഷേത്രത്തിലെ പരിപാടികൾ വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഈ 10 ദിവസവും അവിടെ ഉത്സവം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ ഉത്സവം കാണുവാനും അത് ദർശിക്കുവാനും നിരവധി ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ പരിപാടികളും, കാവടി ഘോഷയാത്രയുണ്ട്, അങ്ങനെ എല്ലാ പരിപാടികളും വളരെ സമാധാനപരമായിട്ടും സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി തന്നെ കൊണ്ടുപോകുന്ന ഒരു ഉത്സവമായി തന്നെയാണ് നമ്മൾ പ്ലാവേത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രങ്ങളിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആന എഴുന്നള്ളിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ സമാധാനപരമായിട്ട് കെട്ടുകാഴ്ചകൾ നടത്തി ക്ഷേത്രത്തിൻ്റെ ഉത്സവം കൊണ്ടാടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് പ്ലാവേത്ത് ശ്രീ മഹാഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും കൊണ്ടാടുന്ന മഹോത്സവം. നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളും ഈ ഉത്സവ ആഘോഷങ്ങൾ വേളയിൽ ക്ഷേത്രം സന്ദർശിക്കുവാനും വിജയമാക്കുവാനും എത്തിച്ചേരണമെന്ന് ദേവീനാമത്തിൽ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തിരുവുത്സവത്തിൻ്റെ 1-ാം ദിവസമായ നാളെ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത് തോറ്റമ്പാട്ടോടുകൂടിയാണ്. 10 ദിവസത്തെ തോറ്റമ്പാട്ടാണ് ക്ഷേത്രസന്നിധിയിൽ നടത്തുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് ഈ വർഷത്തെ അശ്വതി തിരുനാൾ മഹോത്സവത്തിന് ഉയർത്തുവാനുള്ള തൃക്കൊടി വൻപിച്ച ഒരു ഘോഷയാത്രയാണ് നാളെ വൈകിട്ട് 5:30 സ്റ്റാർച്ച് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്നത്. നിരവധി ഫ്ലോട്ടുകൾ, നിരവധി മേളങ്ങൾ, പാലക്കാട് നിന്നും കോന്നിയിൽ നിന്നുമുള്ള പ്രത്യേകതരം മേളങ്ങൾ എന്നിവയെല്ലാം ഈ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുവാൻ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഘോഷയാത്രയിലും തുടർന്നുള്ള പരിപാടികളിലും എല്ലാം ജനശ്രദ്ധ എല്ലായിടത്തും എത്തിക്കുവാൻ മാധ്യമ സുഹൃത്തുക്കൾക്കുള്ള പങ്ക് വിലപ്പെട്ടതാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് എല്ലാവിധ സഹകരണങ്ങളും മാധ്യമ രംഗത്ത് നിന്നും ഉണ്ടാകണം. അതുപോലെ തന്നെ ദേവിയുടെ 3 ദിവസത്തെ എഴുന്നള്ളിപ്പ് ഘോഷയാത്ര എല്ലാ ഭാഗത്തും 4 ഭാഗത്തുമുള്ള ഭക്തരുടെ ഒരു ഉത്സവമാണ്. ദേവിയുടെ ശീവേലി ബിംബം ആവാഹിച്ച് ക്ഷേത്രത്തിൻ്റെ 4 ദിക്കുകളിലും പോകുന്ന ഒരു മഹനീയ ചടങ്ങാണ് ദേവി എഴുന്നള്ളിപ്പ് ഘോഷയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭവനങ്ങളിലും ഈ ദേവി എഴുന്നള്ളിപ്പ് ഘോഷയാത്ര എത്തിച്ചേരുന്നതാണ്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ കലാപരിപാടികൾ
നടത്തപ്പെടുന്നതാണ്. നൃത്തവിസ്മയം, കൊച്ചിൻ പാണ്ഡവാസിൻ്റെ നാടൻപാട്ട്, ചേർത്തല അന്നപൂർണ ഭജൻസിൻ്റെ ഭജനാമൃതം, കൊല്ലം സീതകളി അക്കാദമിയുടെ സീതകളി, ക്ഷേത്രത്തിൽ പ്രധാനമായി എല്ലാ വർഷവും നടത്തിവരുന്ന ദേശവിളക്ക്. ഈ ദേശവിളക്കിൽ 1000-ൽ പരം ഭക്തജനങ്ങളാണ് ഈ വിളക്ക് കത്തിക്കുവാനായി നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടതാണ് ക്ഷേത്രത്തിലെ ചന്ദ്രപ്പൊങ്കാല. ചന്ദ്രപ്പൊങ്കാല സമീപ പ്രദേശ ക്ഷേത്രങ്ങളിൽ ഈ കുണ്ട്ര മേഖലയിൽ ആദ്യമായി പൊങ്കൽ എന്ന കർമ്മം തുടങ്ങിയത് വ്ലാവേത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ, പിന്നാണ് ബാക്കിയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ പോലും ഉണ്ടായിട്ടുള്ളത്. അന്നേരം ചന്ദ്രൻ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സമയത്ത് വൈകിട്ട് 6:45 കൂടിയാണ് നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ ചന്ദ്രപ്പൊങ്കാല നടത്തപ്പെടുന്നത്. അതിൽ 1000-ൽ പരം സ്ത്രീ ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭരണസമിതി തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ നടന്നു വരുന്ന അന്നദാനം എല്ലാവർക്കും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെ എത്രത്തോളം ഭക്തജനങ്ങൾ എത്തുന്നോ അവർക്കെല്ലാം അന്നദാനം ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടുകാഴ്ച ആറാട്ട് ദിവസമായ മാർച്ച് 3 ക്ഷേത്രത്തിൽ രാവിലെ 7 മണിക്ക് തന്നെ കാവടി എഴുന്നള്ളിപ്പ് ഘോഷയാത്ര ആരംഭിക്കുന്നതാണ്. കാവടി എഴുന്നള്ളിപ്പ് ഘോഷയാത്രയിൽ വ്യത്യസ്തമായി കാവടി പൂജകൾ മാത്രമേ ഉള്ളൂ. ശൂലംകൊത്ത്, വേൽകുത്ത് എന്നിവയൊന്നും നമ്മുടെ കാവടി ഘോഷയാത്രയിൽ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ കെട്ടുകാഴ്ചയിൽ കരിമരുന്നും നമ്മുടെ ക്ഷേത്രസന്നിധിയിൽ ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് ആനയും വെടിക്കെട്ടുകളുമൊന്നും നമ്മുടെ ക്ഷേത്രസന്നിധിയിൽ ഉള്ളതല്ല. വൻപിച്ച കെട്ടുകാഴ്ചയാണ്. അത് കഴിഞ്ഞ് അന്ന് തന്നെ തിരുവനന്തപുരം ക്യാപിറ്റൽ ബാൻഡിൻ്റെ മ്യൂസിക്കൽ കാർണിവൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ കുണ്ട്ര സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഈ വർഷം നമ്മൾ ഉത്സവം കൊണ്ടാടുന്നത്. പരീക്ഷാ കാലഘട്ടമായതിനാൽ സൗണ്ട് സിസ്റ്റങ്ങളും എല്ലാം വളരെ പരിമിതമായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ചില അറിയിപ്പുകൾ മാത്രം നമ്മൾ ദൂരപരിധിയിൽ മാത്രം അറിയിച്ചുകൊണ്ട് സൗണ്ട് സിസ്റ്റം തന്നെ എല്ലാവർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിലാണ് നമ്മൾ മാതൃക കാണിക്കുകയാണ് ക്ഷേത്ര ഭരണസമിതി. കുണ്ട്ര പോലീസിൻ്റെയും സർക്കിളിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വട്ടത്തെ കെട്ടുകാഴ്ചകളായാലും എല്ലാം നടത്തിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.